2 ദിവസത്തിന് മുൻപ് എന്നെ കാണാനായിട്ട് വന്ന ഒരു അങ്കിളിന് ഞാൻ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ട് തന്നെ മെഡിസിൻ എഴുതുകയുണ്ടായി. അതായത് നമ്മളൊരു 60,000-ന്റെ, അതായത് ആഴ്ചയിൽ ഒന്ന് വീതം കഴിക്കുക, നിങ്ങൾ പലർക്കും അറിയായിരിക്കും. അപ്പോൾ അങ്ങനെ കഴിക്കുന്ന മരുന്ന് എഴുതുകയുണ്ടായി. എഴുതിയ സമയത്ത് വളരെയധികം ചിന്തിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം എന്നോട് 2 ചോദ്യങ്ങൾ ചോദിച്ചു. സാധാരണ കോമൺ ആയിട്ട് എല്ലാവരും അറിയാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു വിഷയമാണ് അദ്ദേഹവും ചോദിച്ചത്. ഞാൻ പൊതുവെ ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് ചിന്തിച്ച് വീഡിയോസ് ചെയ്തിട്ടില്ലാത്ത ഒരു വിഷയം കൂടിയായിരുന്നു അത്. അതായത് ഡോക്ടർ, ഈ മരുന്ന് ഞാനിപ്പോൾ കഴിക്കുന്നു, അത് കഴിഞ്ഞ് എൻ്റെ വൈറ്റമിൻ ഡി പിന്നെ എത്ര കാലം കഴിഞ്ഞാലും നോർമലായിട്ട് തന്നെ നിൽക്കില്ല. അതായത് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു രോഗം വരുമ്പോൾ കഴിച്ച് ആ അസുഖം മാറിയ പിന്നെ വരത്തില്ലല്ലോ. അതേപോലെ ഇത് നോർമലായിട്ട് നിൽക്കില്ലേ? സാധാരണ ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ നിൽക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പോഴാണ് ഞാനും ഇതിനെ പറ്റിയിട്ട് ആരോടും പറഞ്ഞിട്ടില്ലല്ലോ എന്നൊരു കാര്യം ചിന്തിക്കുന്നത്. രണ്ടാമത് അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, നമുക്ക് വൈറ്റമിൻ ഡി വീണ്ടും ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നോർമൽ ആയതിനു ശേഷം ഞാൻ എന്തെങ്കിലും തരത്തിലുള്ള ആഹാരങ്ങൾ കഴിച്ച് ഇതിനെ നോർമലൈസ് ചെയ്തങ്ങ് നിർത്തി അങ്ങ് മുന്നോട്ട് പോയാൽ പോരെ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതും ശരിയാണല്ലോ, അങ്ങനെ നമുക്ക് നിലനിർത്താൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തെ പറ്റിയിട്ട് എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ തന്നെ വീഡിയോസ് വളരെ ചുരുക്കമായിട്ടായിരിക്കും കാണുന്നത്, ഈ 2 സംശയങ്ങളും ഒരുപോലെ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വന്നാൽ എന്താണ് പ്രശ്നം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും ഞാൻ അധികം സംസാരിച്ച് പോകുന്നില്ല. വൈറ്റമിൻ ഡി നമ്മൾ സാധാരണ ഒരു സ്ഥലത്ത് പോയിട്ട് ചെക്ക് ചെയ്ത് ലാബിൽ ബ്ലഡ് പരിശോധന ചെയ്തിട്ടാണ് നോക്കുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ 30 IU തൊട്ടിട്ട് 100 വരെയാണ് നമുക്ക് വേണ്ടത്. 30-നും 100-നും, അതായത് ഏകദേശം ഒരു 60, 65, 70 ആ ഒരു റേഞ്ചിൽ നിൽക്കുകയാണെങ്കിൽ വൈറ്റമിൻ ഡി നോർമലാണ്, നമ്മൾ വേറൊന്നും ചെയ്യണ്ട. 30-ൽ താഴ്ന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെന്നും, 100 കഴിഞ്ഞ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ടോക്സിസിറ്റി ലെവലിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ അമിതമായിട്ട് വൈറ്റമിൻ ഡി പതിവായിട്ട് നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല എന്നൊരു കാര്യം കൂടി ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. ഇനി അദ്ദേഹം ചോദിച്ച 2 ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലേക്ക് വരാം. ഒരിക്കലും വൈറ്റമിൻ ഡിയുടെ ക്യാപ്സ്യൂൾ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഡെഫിഷ്യൻസി ഉണ്ടാകില്ലേ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം, നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള സാധ്യത നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുണ്ട്. കാരണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ ആവുന്നത് നമ്മുടെ മെലാനിൻ പിഗ്മെന്റിന്റെ പ്രൊഡക്ഷന് വേണ്ടിയും വൈറ്റമിൻ ഡി സിന്തസൈസ് ചെയ്യുന്ന നമ്മുടെ ശരീരത്തിന്റെ സ്കിൻ, അതായത് ത്വക്കിൽ വെച്ചിട്ടായതുകൊണ്ടും എപ്പോഴും നമ്മുടെ സ്കിന്നിന്റെ നിറം നിലനിർത്തുന്നതിന്, അതായത് ആ കറുപ്പ് നിറം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും മുടിയുടെ നിറത്തിനും വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ആദ്യം ശരീരത്തിൽ സിന്തസൈസ് ചെയ്യുന്ന ഈ വൈറ്റമിൻ ഡി യൂസ് ചെയ്യുന്നത്. അത് സ്കിന്നിലായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ഉപയോഗം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മുടെ ശരീരത്തിലെ മറ്റുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വൈറ്റമിൻ ഡി ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അറിയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി ഒരിക്കൽ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡിയുടെ ക്യാപ്സ്യൂൾ ഇപ്പോൾ ഡോക്ടേഴ്സ് എഴുതി തന്നാൽ നമ്മൾ കഴിക്കുന്നത് പൊതുവേ നമ്മൾ ആദ്യത്തെ 1 മാസം കഴിച്ചിട്ട് ഇതങ്ങ് നിർത്തി കളയുന്ന ആൾക്കാരുണ്ട്. പിന്നീട് ഇത് മുന്നോട്ട് പോകത്തില്ല. സത്യത്തിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി നല്ല രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ 3 മാസം ആഴ്ചയിൽ 1 വീതം ക്യാപ്സ്യൂൾ കഴിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ 6 മാസം കഴിക്കുക. കഴിച്ചതിന് ശേഷം വീണ്ടും റീചെക്കപ്പ് ചെയ്യുമ്പോൾ ഇത് നോർമലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മാസത്തിൽ 1 വെച്ചിട്ടോ 2 മാസത്തിൽ 1 വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനായിട്ട് പറ്റും. ഇത് നമ്മുടെ മെഡിസിൻ എന്നുള്ള നിലയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ്. ഇത് എപ്പോൾ നോർമൽ ആവുമോ അപ്പം തന്നെ നമുക്കിത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഡെഫിഷ്യൻസി ഉള്ളപ്പോൾ മെഡിസിൻസ് എടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ പ്രസക്തി വരുന്നത്. അതായത് നമ്മൾ ഈ പറയുന്ന എപ്പോഴും ഇങ്ങനെ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റും? അപ്പോൾ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അതിന് പകരമായിട്ട് നമുക്ക് എങ്ങനെ ഇത് ആഹാരത്തിലൂടെ നിലനിർത്താം. അപ്പോൾ ഇനി ഞാൻ ഈ പറയുന്ന ആഹാരങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ വളരെ നല്ലതായിരിക്കും. നമ്മുടെയൊക്കെ നാട്ടിൽ വളരെ സാധാരണമായിട്ട് കിട്ടുന്ന കടൽ മത്സ്യങ്ങളുണ്ട്. കടൽ മത്സ്യങ്ങളിൽ തന്നെ നമുക്ക് ചൂര, അയല, മത്തി പോലുള്ള മീനുകളും സാൽമൺ ഫിഷിൻ്റെ അകത്തും നല്ല രീതിയിൽ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് കിട്ടും. ഒരു ദിവസത്തെ ആവശ്യത്തിന് 2 കഷ്ണം മീൻ കഴിച്ചാൽ വൈറ്റമിൻ ഡി പൂർണ്ണമായിട്ട് കിട്ടുമെന്നല്ല. എന്നാൽ നമ്മൾ വൈറ്റമിൻ ഡി മരുന്ന് കഴിച്ച് നോർമലൈസ് ചെയ്തതിന് ശേഷം നമ്മളിത് കഴിക്കുകയാണെങ്കിൽ വീണ്ടും വൈറ്റമിൻ ഡി മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റും. അതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ നമ്മൾ ഈ രാവിലെയുള്ള ഇളം വെയിൽ കൊള്ളണം എന്ന് പറയുന്നത് സയന്റിഫിക്കലി തെറ്റായിട്ടുള്ള കാര്യമാണ്. ഷർട്ട് ഇല്ലാതെ നമ്മുടെ ശരീരത്തിൽ വിദേശികളൊക്കെ വന്ന് ഈ കടൽ തീരത്ത് കിടക്കുന്നുണ്ടല്ലോ, ആ രീതിയിൽ ശരീരത്തിൽ ഡയറക്റ്റ് നല്ല തീവ്രതയുള്ള സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വൈറ്റമിൻ ഡി സിന്തസൈസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ വെയിൽ കൊള്ളുകയും ഒപ്പം ഇതോടെ കഴിക്കണം മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഈ മീൻ കഴിക്കാൻ പറ്റും. കോഡ് ലിവർ ഓയിൽ, അതായത് മീൻ എണ്ണ ഗുളിക എന്ന് പറയുന്ന
ഇത്. അപ്പോൾ ഈ പറയുന്ന omega 3 ക്യാപ്സ്യൂൾ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യാനുള്ളത് ഒന്നുകിൽ അത് വാങ്ങി 1 ടീസ്പൂൺ വെച്ചിട്ട് നമുക്ക് ആഴ്ചയിൽ 2 ദിവസം കഴിക്കാം. ഇല്ലെങ്കിൽ അതിൻ്റെ ക്യാപ്സ്യൂള് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് വാങ്ങിയതിന് ശേഷം ആഴ്ചയിൽ 1-2 കഴിക്കാം. എന്നാൽ അത്യാവശ്യം നിങ്ങൾ നല്ല രീതിയിൽ മീൻ കഴിക്കുന്ന ആളാണെങ്കിൽ ഇത് നമ്മൾ മാസത്തിൽ 1-2 മാത്രം കഴിച്ചാൽ മതി. പതിവായിട്ട് ഇത് വാങ്ങി കഴിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇനി അടുത്തതായിട്ട് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നത് മുട്ടയിൽ നിന്നാണ്. മുട്ടയുടെ ഏറ്റവും പുറമേയുള്ള വെള്ളക്കരു എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പ്രോട്ടീനും, എന്നാൽ ഇതിൻ്റെ അകത്തുള്ള ഉണ്ണി അഥവാ മഞ്ഞക്കരു എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടും ഫാറ്റ് കണ്ടന്റുമാണ് വരുന്നത്. എന്നാൽ ഇതിൻ്റെ മഞ്ഞക്കരുവിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ചുരുക്കം ചില ആഹാരങ്ങളിൽ പെടുന്ന ഒന്നാണ് മുട്ട. ഈ മുട്ട കഴിക്കുമ്പോൾ നമ്മൾ സാധാരണ ഇതിൽ ബ്രോയിലർ കോഴിയുടെ മുട്ട വാങ്ങി കഴിക്കണം എന്നല്ല, അത്യാവശ്യം പുറത്തു പോയി, അതായത് ഫീഡിങ് ഫുഡ് കഴിക്കാത്ത, അതായത് നമ്മൾ പുറത്ത് വളർത്തുന്ന നാടൻ കോഴിയുടെ മുട്ട, അതായത് അത്യാവശ്യം ചെകഞ്ഞൊക്കെ നടന്ന് ഫുഡ് കഴിക്കുന്ന കോഴിയുടെ മുട്ടയുടെ അകത്ത് അത്യാവശ്യം വൈറ്റമിൻ ഡി ചെറിയ അളവിൽ നമ്മുടെ ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പാകത്തിനുള്ളത് ഉണ്ടായിരിക്കും. അടുത്തതായിട്ട് സസ്യാഹാരിയാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ കൂൺ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതായത് മഷ്റൂം നമ്മൾ കഴിക്കുന്നത്, മഷ്റൂമിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഈ പറയുന്ന വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിലേക്ക് സപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് വെജിറ്റേറിയൻ സോഴ്സിലുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് കൂൺ. ഇനി അടുത്തതായിട്ട് ഏറ്റവും പ്രധാനം നമ്മൾ പാലും പാലിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും കഴിക്കുന്നതാണ്. പാലിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട്, ഞാൻ പറയുന്നത് പാക്കറ്റ് ആയിട്ട് വാങ്ങുന്ന പാലിലാണെങ്കിലും ഇപ്പോൾ അത്യാവശ്യം വൈറ്റമിൻ ഡി ആഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാക്കറ്റ് മിൽക്ക് ആണെങ്കിലും വേറെ പ്രശ്നമൊന്നുമില്ല. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ പശുവിൻ പാല് വാങ്ങിയിട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ നെയ്യായിട്ട് കഴിക്കുന്നതോ വെണ്ണയായിട്ട് കഴിക്കുന്നതോ ചീസായിട്ട് കഴിക്കുന്നതോ ഏതാണെങ്കിലും ശുദ്ധമായ ഫോമിൽ നമ്മളിതിനെ യൂസ് ചെയ്താൽ, പാലും പാലുൽപ്പന്നങ്ങളും ശുദ്ധമായ രീതിയിൽ, അതായത് പ്രോസസ്സ് ചെയ്ത് എടുക്കുന്ന രീതിയിലുള്ളതല്ല, വീട്ടിൽ തന്നെ നെയ്യ് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമ്മൾ വെണ്ണ ഉണ്ടാക്കിയിട്ടോ ഒക്കെ നമ്മൾ കഴിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പുറത്ത് കിട്ടുന്ന സാധനം ഏതാണ് നല്ലത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അത്രയും കളറ് ചേർത്തിട്ടായിരിക്കും വരുന്നത്. കളറ് കാണുമ്പോൾ നമ്മൾ ഉടൻ തന്നെ അത് വാങ്ങിയിട്ട് ഇത് ശുദ്ധമാണ് എന്ന് വിചാരിക്കുന്ന രീതിയുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, നമുക്ക് ശുദ്ധമാണെന്ന് വിശ്വാസയോഗ്യമായ സ്ഥലത്തുനിന്ന് വാങ്ങിയിട്ട് കഴിക്കുവാണെങ്കിൽ ഇത് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് നമുക്കിത് കിട്ടുന്നത് സോയ മിൽക്ക് നമുക്ക് കിട്ടും. അതായത് ഈ സോയാബീൻ നമ്മൾ ഡയറക്റ്റായിട്ട് കഴിക്കുന്നതും അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ നമ്മൾ കഴിക്കുന്നതും നട്ട്സ് വിഭാഗങ്ങൾ കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വൈറ്റമിൻ ഡി അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അത്യാവശ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ഉൾചുരുക്കം എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ഏജ് ബാർ ഇല്ലാതെ, അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിലും പുരുഷന്മാരെന്നോ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ ഇല്ലാതെ നമുക്ക് ഏത് സമയത്തും നമ്മുടെ ശരീരത്തിൻ്റെ അത് ഡെഫിഷ്യൻസി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വരുമ്പോൾ വെയിൽ കൊള്ളുന്നത് വളരെ അത്യാവശ്യമാണ്. അതിനോടൊപ്പം തന്നെ ഏറ്റവും വളരെയധികം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിനുള്ള സപ്ലിമെൻറ്റുകൾ എടുക്കേണ്ടത്, കൃത്യമായ സമയത്ത് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സിംറ്റംസിനനുസരിച്ചിട്ടായിരിക്കും, നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒപ്പം ഒരിക്കലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടായാൽ വീണ്ടും ഇത് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ ഡെഫിഷ്യൻസി മാറിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ പതിവായിട്ട് കഴിക്കുന്നതും വെയിൽ കൊള്ളുന്നതും വ്യായാമം ചെയ്യുന്നതും വൈറ്റമിൻ ഡിയുടെ പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും എന്നുകൂടി പറയണം. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ടോ നമ്മുടെ ഈ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.